തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കോൺഗ്രസിന്റെ രഹസ്യ സർവേ. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് അതീവ ശ്രദ്ധ വേണ്ടതെന്ന് സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിനു കൈമാറിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ജില്ലകളിലെ ബിജെപി സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടിത്തട്ട് മുതലുള്ള സംഘടനാ ദൗർബല്യം മനസ്സിലാക്കണം. കൃത്യമായി പഠിച്ച് പ്രാദേശിക സ്വാധീനമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹിയിലെത്തിയ KPCCയുടെ പുതിയ നേതൃത്വവുമായി ഹൈക്കമാൻഡ് ചർച്ച ചെയ്തത് ഈ റിപ്പോർട്ട് വെച്ചാണ്. വാർഡിലെ ഓരോ വീടിനെക്കുറിച്ചും സമഗ്ര വിവരങ്ങളടങ്ങിയ സർവേ നടത്തി വീട് കയറി ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ KPCC തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കുടുംബ സംഗമങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. വാർഡിലെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ പേരും വിവരവും ഉൾപ്പെടുത്തിയ കുടുംബ രജിസ്റ്റർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു വീട്ടിൽ വാർഡ് കമ്മിറ്റി അംഗങ്ങളെത്തും. സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി വിവിധ സാമൂഹിക ഗ്രൂപ്പുകളുമായി ഊഷ്മള ബന്ധം സ്ഥാപിക്കണമെന്നും താഴെത്തട്ടിൽ കർശന നിർദ്ദേശമുണ്ട്. പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന രേഖ തയ്യാറാക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുവാനുള്ള ബ്ലോക്ക്, വാർഡ് തല ശില്പശാലകൾ പുരോഗമിക്കുകയാണ്. അടുത്ത മാസത്തോടെ വാർഡ് വിഭജനം പൂർത്തിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുവാൻ വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള KPCCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിനുശേഷമുണ്ടാകും. ജില്ലാ തലങ്ങളിൽ കോർ കമ്മിറ്റികൾ ഇടപെട്ടിട്ടും തീരാത്ത പ്രശ്നങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പരിഹരിക്കുവാൻ വർക്കിംഗ് പ്രസിഡന്റുമാരും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ഉൾപ്പെട്ട സംഘത്തെ പാർട്ടി നിയോഗിച്ചിരുന്നു. ഈ മാസം മുതൽ സംഘം ജില്ലാതല സന്ദർശനം നടത്താനിരിക്കെയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരെ അപ്രതീക്ഷിതമായി മാറ്റിയത്. പുതിയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ അതിവേഗം തീരുമാനമെടുക്കേണ്ടതുണ്ട്.